ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ, ഒരു വിരുന്നും സൽക്കാരമൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളും മക്കളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലി ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് ചട്ടിനിയാണ് കേട്ടോ. നല്ല ചുവന്ന ചട്ടണി. പിന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച പപ്പടാട്ടാ, റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചില്ല. അപ്പം ഇന്നൊരു ബിരിയാണിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം അതിന് ഞാൻ ചിക്കനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ചുവന്ന ചട്ടണി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടാ. പിന്നെ ഒരു ഓ ഓ അപ്പൂമോനെ പൂട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണതല്ലേ, അപ്പോൾ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടാട്ടോ ചട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചിക്കൻ വാങ്ങിച്ചത്. ചെറിയ കഷ്ണമാണ് കറിക്കുള്ളത്. അപ്പം പിന്നെ ചെറിയൊറ്റ പറഞ്ഞ് ബിരിയാണി മതിയെന്ന്. അപ്പോൾ എന്നാൽ ബിരിയാണി വയ്ക്കാതെ വെച്ചിട്ട് വിചാരിച്ച്, കഷ്ണം കുറച്ച് ചെറുതാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ദം ബിരിയാണി ആട്ടോ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു 2-3 മണിക്കൂർ മുന്നേ ഇതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചാൽ നമ്മൾ പൊരിച്ച് ഇട്ട പോലെ ഒരു വെള്ളം നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല മസാലയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയും തൈരും ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ചേർത്ത് വെച്ചതാട്ടാ. അത് ചേർത്ത് വെച്ച് അപ്പോൾ ചോറും എനിക്കൊക്കെ വേണമല്ലോ, ചോറ് വെറുംചോറ്. അപ്പോൾ അതൊക്കെ വെച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മത്തി കുറച്ച് മേടിച്ചിട്ടുണ്ട് മുളകിടാൻ, അതൊക്കെ ഇട്ട്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കൊപ്പരയൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ ഈ പണിയിലാണ്ട് ബിരിയാണിയുടെ പരിപാടിയിലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും പരത്തി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ചാക്കിൽ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് പൂക്കും വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് വന്ന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് ഞാൻ വരുമ്പോഴേക്ക് അത് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം ഒരു 5 തക്കാളി കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ അരിയുടെ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു 5 തക്കാളിയും കൂടിയിട്ട് ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ വെക്കുക എല്ലാവർക്കും അറിയണമാവും, പക്ഷേ നമ്മൾ വെക്കണതൊന്ന് ഒന്ന് പറയുകയെന്ന് മാത്രം കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി ഒന്നും കഴിക്കില്ല. ചിക്കനും മട്ടനും ബീഫും ഇങ്ങനെയുള്ള ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. വലിയ വലിയ മീനുകളും ഒന്നും ഞാൻ കൂട്ടില്ല. പക്ഷേ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടാണ് ബിരിയാണി. എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്തിട്ടാ. പിന്നെ ഈ ചെറിയ അരി കേട്ടാ, ഉറുമ്പ് മുടുക പോലത്തെ അരി. അങ്ങനെ സവോളയൊക്കെ ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് വഴന്നപ്പോൾ ഞാൻ അതിലേക്ക് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയും പിന്നെ മഞ്ഞപ്പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ഗ്ലാസോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിലേക്കൊക്കെ ഒന്ന് ചതയ്ക്കുകയാണ് നല്ലത്. അതാണ് കേട്ടോ ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കൂടിയിട്ട് ജാറിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 സ്പൂണിലത്തെ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ളി വറുക്കിടാനൊന്നും ഉണ്ടാവില്ല, ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മറ്റേത് അവിടെ കഴുകണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേഗം മല്ലിയുടെ ഇല കണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിയുടെ മോള് മല്ലിയുടെ ഇലയൊക്കെ അരിഞ്ഞ് അപ്പോഴേക്കും തന്നിട്ടാ. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇങ്ങനെ പൊരിക്കുമ്പോൾ അത്രയും എണ്ണ ഇങ്ങനെ ഇതാവുമല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു 2-3 മണിക്കൂർ മുന്നേ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദമ്മ് ബിരിയാണി ആവും കേട്ടോ. പിന്നെ അരി നന്നായാൽ തന്നെ ഒരു പകുതി ബിരിയാണിയുടെ പിന്നെ മസാല നന്നായാൽ പിന്നെ മുഴുവനായിട്ടാണ്.
മസാല എപ്പോഴും നന്നായിട്ടിരിക്കണം, അപ്പോഴേ ആ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ആ ഗ്ലാസ്സിലും കുറച്ച് അര ഗ്ലാസ് ഇല്ല അത്ര പോലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കനൊന്ന് വേവണ്ടേ, ഒരു മുക്കാവേവാവണ്ടേ. അങ്ങനെ അപ്പോഴേക്ക് ഞാൻ കുറച്ച് സവോളയൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ, നമുക്കൊന്ന് മേലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സവോളയൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ മാറ്റി കൊടുത്തിട്ട് പിന്നെ അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറേ ആയി ഇതൊക്കെ പറയുന്നില്ലേ കൂട്ടുകാർ, നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ പറയുക അല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ കൂട്ടുകാർ. അപ്പോൾ ഒന്ന് കുടുംബശ്രീയുടെ വാർഷികമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല അടിപൊളി പരിപാടികളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ വല്ല മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ആ വീഡിയോ നാളെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പാട്ട് പാടണില്ല എന്ന് വിചാരിച്ചിട്ടാ, പിന്നെ അങ്ങനെ ഞാനൊരു പാട്ടാണ്ട് പാടിയതാണ്. അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ അതാവൂട്ടാ, കുടുംബശ്രീയുടെ വാർഷിക ആഘോഷ പരിപാടി. അങ്ങനെ അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പപ്പുവിനെ കുറേ ഒരു 4-5 ദിവസമായി ഉണ്ടായിരുന്നു ഇറക്കിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ഓനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ, നേരത്തെ കണ്ട്. അങ്ങനെ പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോൾ തന്നെയാണ്, മോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചോളി, അപ്പോൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി, അപ്പോൾ തണവും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നവർക്ക് സൈഡിലായിട്ട് വിളമ്പാൻ വേണ്ടിയിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കഷ്ണം ഇത് കൊണ്ടാ പറഞ്ഞിട്ട് ഞാൻ ഒരു കഷ്ണം മേടിച്ച് കഴിക്കാട്ടാ. അങ്ങനെ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളെ ഈ ഒരു കൊള്ളി കത്തിയിട്ട് അടുപ്പ് വീതനം അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഇതില്ല കേട്ടോ, വലിയ കൊള്ളികളൊക്കെ വെക്കാൻ പറ്റില്ല. അപ്പം അതിലേക്ക് നമ്മളെ ചോറിനുള്ളിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഒരു കഷ്ണം പൈനാപ്പിൾ പൊടിയായിട്ട് അരിഞ്ഞത് ഈ ചോറിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടാ. അപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് ഒരു പകുതി നാരങ്ങയും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആ പൊടിയായി അരിഞ്ഞ് പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരി ഇടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വലിയൊരു കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലിട്ടാ. അപ്പോൾ ആ കൊള്ളി ഇങ്ങോട്ട് താഴത്തേക്ക് വീണു. അപ്പോൾ ഞാൻ അവിടെ സിങ്കിൻ്റെ അവിടെ പാത്രം കഴുകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. പിന്നെ ചോറൊക്കെ വിളമ്പാൻ നേരത്ത് പറയാണ്, ചുരിദാറല്ല കത്തി പോർക്കണു, ഇജ്ജ് കത്തിയാലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എനക്കുണ്ടാ ചേര് എന്തേലും പൈസ കൊടുത്ത് വില കൊടുത്തൊന്നും വാങ്ങിയൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇന്ന് ആ ഇട്ടുള്ള ചുരിദാറാട്ടാ, അത് വലിയൊരു ഓട്ട ഇങ്ങനെ ഉരുകി കത്തി ഇറക്കണം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ കാലിൻ്റെ അവിടെ ഒരു ചൂട് വന്ന പോലെ തോന്നി, പക്ഷെ നമ്മൾ ഈ പണിയിൽ അത് ശ്രദ്ധിച്ചില്ല കേട്ടാ. പക്ഷേ നല്ല ടോപ്പാണ് ഇട്ടത്, നല്ല സുഖമാണ് ഇടാൻ, ഒരു വൃത്തിയാണ് കേട്ടോ, ഒരു തൃപ്തിയാണ് ഈ ടോപ്പ് ഇട്ടാൽ. ഇനിയിപ്പോൾ നോക്കട്ടെ, അവിടെ ആ ഭാഗം കണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് അടിഭാഗം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണം, ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മസാലയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മിടുകയാണ് കേട്ടോ. പെറ്റടിയിലാണ് ഞാൻ മസാല ഇടുന്നുള്ളൂ, പിന്നെ 2 സ്റ്റെപ്പായിട്ട് ചോറ് ഇടുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മസാലയും ഇതൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി കേട്ടോ. അങ്ങനെ മറ്റേ ബിരിയാണി മസാലയുടെ പൊടിയും മല്ലിയുടെ ഇലയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളി പൊരിച്ചതും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് മേലെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരും ഇതൊക്കെ ഒന്ന് നോക്കിയാൽ എല്ലാവർക്കും ബിരിയാണി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനും ഒരു കാലത്ത് എങ്ങനെയൊക്കെ ബിരിയാണി വെക്കാൻ ഒരു ഭയങ്കര
കൊതിയായിരുന്നു കേട്ടോ, എങ്ങനെ ഞാൻ വെച്ചാൽ നന്നാവുമോ എന്നൊക്കെ കേട്ടോ. നമുക്ക് വിചാരിച്ചാലൊക്കെ നടക്കും. അങ്ങനെ ഒരു പഴയ ഒരു പാത്രം ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് തീയാകുമ്പോഴേക്ക് കോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി കല്യാണമായിട്ട് മിസ്സായതാട്ടാ, കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വലിയൊരു മൂടി വെച്ചതാണ്. അങ്ങനെ കുറച്ച് തീയൊക്കെ അതിൻ്റെ മേലെ കോരിയിട്ടിട്ട് കുറച്ച് നേരം വെച്ചു കൂട്ടാ. പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട നേരമൊക്കെ ആയപ്പോൾ പിന്നെ അതൊക്കെ എടുത്തിട്ട് ബിരിയാണിയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചേർത്തിളക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും മക്കളൊക്കെ താഴത്ത് മക്കളൊക്കെ ഒരുക്കിയിരുന്നു. തറവാട്ടിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നിട്ടാ, ചേച്ചിയുടെ പേരക്കുട്ടികളും ഒക്കെ കൂടിയിട്ട് അവരൊക്കെ താഴത്തിരുത്തിയിട്ടാ. അവർക്കൊക്കെ ചേച്ചിയുടെ മോൾ തന്നെ വിളമ്പി കൊടുക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ എല്ലാവരും പോയിട്ടാ. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മേനെ കണ്ടപ്പോൾ ഞാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് റിസപ്ഷന് പോവാണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേ റിസപ്ഷന് ഞാനില്ല, ഞാൻ പോവുകയാണ് എന്ന്. അങ്ങനെ എല്ലാവരും പോയിട്ടാ കുട്ടികൾ. ഒരു 2 ഇരട്ടാളാണ് കേട്ടോ അവർ, രണ്ടെണ്ണോ. ഇത് ഭയങ്കര വില്ലനാട്ടാ. അപ്പോൾ ബിരിയാണിയൊക്കെ ഇഷ്ടമായെന്ന് വെച്ചപ്പോൾ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്തായാലും നമ്മൾ കഴിക്കൊന്നുമില്ലല്ലോ. പിന്നെ ചേച്ചിയൊക്കെ ഉള്ള കാരണം ഉപ്പൊക്കെ നോക്കാനൊക്കെ ആളുണ്ടായിരുന്നിട്ടാ. മസാലയിൽ പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടല്ലല്ലോ, അപ്പോൾ മസാലയിലൊക്കെ ഞാൻ നോക്കി. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേച്ചീനൊന്ന് വിളിച്ചിട്ടാ. അപ്പോൾ പാകമായിരുന്നു. പിന്നെ ആ ചോറിലും ആ ഉപ്പ് കണ്ട് പാകമായിൻ്റെ വെച്ചെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ പപ്പടം കാച്ചി എനിക്കും വേണമല്ലോ, വെറും ചോറിക്കും വേണമല്ലോ. അങ്ങനെ നിലത്തന്നെ ഇരുന്നിട്ട് ഞാനും കഴിച്ചിട്ട് അവശനായിട്ടെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന്. അപ്പോൾ അവിടെ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ ഒക്കെ കഴിക്കുക കേട്ടോ. പത്തിക്കറിയും സലാഡും ഒക്കെ എടുത്തിട്ട് പപ്പടമൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.